നല്ല അർമാദിച്ചൊരു ഗുഡ് മോർണിംഗ്. ഇതാ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കിടന്ന് മറിയാണ്. ഒരു സ്ഥലം വരെ പോയിട്ട് വരാണ് കേട്ടോ ഞങ്ങൾ. വണ്ടിയുടെ പിൻസീറ്റിൽ ആദിക്കുട്ടനുണ്ട്. എവിടെയാണെന്ന് വഴിയെ കാണിക്കാമേ. അത് ഭയങ്കര ടയേർഡായിപ്പോയി. ഞാനാണെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടന്ന് മറിയാണ്. അച്ഛൻ്റെ അമ്മയുടെ നടുക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ പുതിയ കമ്മലാണ്, പുതിയ മാലയാണ്. പുതിയ മാലയല്ല, പുതിയ വളയാണ്, കുപ്പിവള, ഡിസൈൻ കുപ്പിവള. എങ്ങനെയുണ്ട്? കൊള്ളാമോ? എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എവിടെയാണ് പോകണമെന്നല്ലേ? വാ. എവിടെയാണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫുൾ ഫാമിലി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഞാൻ എത്ര നാൾ കാത്തിരുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണ് നമുക്കതിനൊരു അവസരം കിട്ടിയത്. അവസരം നമ്മൾക്ക് മുന്നിൽ തുറന്നു തന്നത് ഇതാ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് എനിക്ക് മക്കളെയും കൊണ്ട് പോകണം, എനിക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ നമുക്കതിനൊരു അവസരം കിട്ടി. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. അനിയൻകുട്ടൻ ഇവിടെ വന്ന് ഇരിപ്പാണ് കേട്ടോ. ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കയറി സുഖമായിട്ട് തൊഴാൻ പറ്റി. ഞങ്ങളങ്ങ് തൊഴുതിറങ്ങി ഭയങ്കര ക്യൂ ആയിരുന്നു. തൊഴുതിറങ്ങിയൊക്കെ കഴിഞ്ഞ് അനിയൻകുട്ടനും ഞാനും ഇരുന്ന് വർത്തമാനം പറയാം. ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിതാ താഴത്തേക്ക് മേൽക്കാവിലെ ദർശനമൊക്കെ കഴിഞ്ഞ് താഴെ കീഴ്ക്കാവിൽ തൊഴാനായിട്ട് പോയി. പിന്നെ അവിടത്തേതാ ഇങ്ങനെ നടക്കുകയാണ്. മക്കൾക്ക് ഇങ്ങനെ നടന്നിട്ടും തീരുന്നില്ല. ആദ്യം അത് കണ്ടും ഇത് കണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയൻകുട്ടൻ പിന്നെ അമ്മായിയുടെ കൈ വിടാതെ അമ്മായിയുടെ കൂടെ തന്നെ നടക്കുകയാണ് കേട്ടോ. അപ്പം കീഴ്ക്കാവിലും ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും മേൽക്കാവിലേക്ക് പോവുകയാണ്. കീഴ്ക്കാവ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കീഴ്ക്കാവ്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പരമാവധി വീഡിയോ എടുത്തു, പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങളിതാ അനിയൻകുട്ടൻ ക്ഷീണിച്ചിട്ടൊന്നുമല്ല, ചുമ്മാ ഇരിക്കുകയാണ്. മാമനും മോനും ഞങ്ങളങ്ങനെ തൊഴുത് മേളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഇടയിലൊരു കാര്യം ഉണ്ടായേ. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. മേളിലോട്ട് ചെന്നപ്പോൾ എന്തൊരു തിരക്കായിരുന്നു അറിയാം. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊരു 11 മണി സമയത്താട്ടോ എത്തിയത്. അപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. എനിക്ക് ഡൗട്ടായിരുന്നു, നട എങ്ങനെ അടയ്ക്കുമോ എപ്പോഴാണ് ഒന്നും അറിയില്ല, ദർശന സമയമൊന്നും അറിയില്ല. രണ്ടും കൽപ്പിച്ചിങ്ങ് പോകുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ നോക്കിക്ക്, ക്യൂ നോക്കിക്ക്. ഞങ്ങൾ വരുമ്പം ഞങ്ങൾ നേരെ കയറി തൊഴുവായിരുന്നു, ഒട്ടും ക്യൂ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇവിടെ വെടിവഴിപാടുണ്ട് അമ്മയ്ക്ക്. അത് ഞാൻ പോയിട്ട് ഇതാ കഴിച്ചിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ പൈസ കൊടുത്ത് എഴുതിയിട്ട് പൈസ കൊടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ നല്ല സുഖമായിട്ട് ദർശനമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും അമ്മായിയുടെയും മാമൻ്റെയൊക്കെ കൂടെ മക്കളും, പിന്നെ ഇതിന് മുടക്കമുണ്ടാവില്ലല്ലോ, എവിടെ പോയാലും മധുരം നമ്മൾ ഒപ്പിക്കും. അങ്ങനെ മധുരമൊക്കെ